അനീഷിൻ്റെ ജയിൽ നോമിനേഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു മടുക്കും. രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പറയുന്ന ഡയലോഗാണ്, ഇവൻ ഈ സീസൺ മൊത്തം ജയിലിൽ പോയി കിടക്കട്ടെ എന്നാലും ഇവൻ പഠിക്കുള്ള. പക്ഷേ ബിഗ് ബോസ് സമ്മതിക്കാത്തതുകൊണ്ട് അടുത്ത 2 ദിവസം ഇവനെ ജയിലിലേക്ക് വിടുക, എന്നിട്ട് അവനൊരു നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരട്ടെ. കഴിഞ്ഞ തവണ ശരത്തിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോഴും അനീഷ് ഇതേ ഒരു ഡയലോഗ് അടിച്ചിരുന്നു. ഒരു കാരണം പറഞ്ഞ ശേഷം അനീഷ് പോയി കിടക്കട്ടെ അവൻ ജയിലിൽ, ഇങ്ങനെയൊക്കെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം അടിക്കുന്ന ഡയലോഗ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സീസണിൽ. കുത്തിത്തിരിപ്പുണ്ടാക്കാനും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞ് അവരെ തമ്മിലടുപ്പിക്കാനുള്ള ടാസ്കുകളൊക്കെ പലതും കൊടുക്കാറുണ്ട്. അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത് അനീഷ് തന്നെയാണ്. ഇപ്പോൾ ഇതാ ജയിൽ നോമിനേഷനിൽ അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യം നോമിനേറ്റ് ചെയ്യുന്ന അഭിലാഷിനെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം അവിടെ ചെറിയൊരു പ്രശ്നം നടന്നപ്പോൾ അവിടെ ആദ്യം തന്നെ ഓടി വന്ന് ഷൗട്ട് ചെയ്യുകയാണ് അഭിലാഷ്. ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പോലും അഭിലാഷ് ശ്രദ്ധിക്കാതെ ഓടി വന്ന് നേരെ ആദ്യം തന്നെ ബാഡ് വേർഡൊക്കെ ഉപയോഗിച്ച് നേരെ വന്ന് ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞാണ് അഭിലാഷിനെ അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത്. അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തിട്ട് അനീഷ് പറഞ്ഞ കാര്യമാണിത്. അവനെ ഈ ഒരു സീസൺ മൊത്തം അവിടെ ജയിലിൽ ഇടാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ ബിഗ് ബോസ് അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ഈ ഒരു 2 ദിവസം അവനെ അവിടെ കിടന്നിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് അഭിലാഷിനെ പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ സെയിം കാരണം തന്നെയാണ് ഉനീലിനെയും പറഞ്ഞത്. ഉനീൽ റെന ഫാത്തിമേനെ ചില ബാഡ് വേർഡുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതേ സെയിം കാരണം തന്നെ പറഞ്ഞ് ഉനീലിനെ പറ്റിയും ഒരു സീസൺ ഫുള്ള് കിടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അനീഷ് 2 പേരെ നോമിനേറ്റ് ചെയ്തത് ഉനീലും അഭിലാഷുമാണ്. ജയിൽ നോമിനേഷൻ കഴിയുമ്പോൾ തന്നെ ആരൊക്കെയാണ് ജയിലിൽ പോകാൻ സെലക്ട് ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.